പല വേഷത്തിലും രൂപത്തിലും എത്തി തട്ടിപ്പ് നടത്തുന്ന സംഘങ്ങളുണ്ട് നമ്മുടെ ഇടയിൽ. വിശ്വാസത്തിൻ്റെയും ആത്മീയതയുടെയും പേരിൽ സാമ്പത്തിക ഇടപാടുകൾക്ക് എത്തുന്നവരെ സൂക്ഷിക്കുക. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ വ്യാജ സഹകരണ സംഘത്തിൻ്റെ പേരിൽ യുവാവിൽ നിന്ന് പണം തട്ടിയത് സ്വാമി ചമഞ്ഞ് എത്തിയ ആളാണ്. നെയ്യാറ്റിൻകരയിൽ നിന്ന് 30 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിൽ ഇടനിലക്കാരൻ പിടിയിലായി. കോട്ടയം സ്വദേശി തപസ്യാനന്ദ എന്നറിയപ്പെടുന്ന രാധാകൃഷ്ണനെയാണ് ക്രൈംബ്രാഞ്ചിന്റെ സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗം അറസ്റ്റ് ചെയ്തത്. സഹകരണ സംഘത്തിൽ ജോലി വാഗ്ദാനം ചെയ്തായിരുന്നു തട്ടിപ്പ്. വെള്ളറടയിൽ അംഗീകാരമില്ലാതെ പ്രവർത്തിച്ചിരുന്ന ബയോടെക്നോളജി കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ജോലി നൽകാമെന്ന് പറഞ്ഞാണ് കടയ്ക്കാവൂർ സ്വദേശിയിൽ നിന്ന് 30 ലക്ഷം രൂപ തട്ടിയെടുത്തത്. ഈ കേസിലെ പ്രധാന പ്രതി വെള്ളറട സ്വദേശി അഭിലാഷ് ബാലകൃഷ്ണനെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. തപസ്യാനന്ദ എന്നറിയപ്പെടുന്ന രാധാകൃഷ്ണൻ ഇടനിലക്കാരനായാണ് പണം വാങ്ങിയത്. സ്വാമി ചമഞ്ഞായിരുന്നു ഇയാൾ യുവാക്കളെ വലയിലാക്കിയിരുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ വിവിധയിടങ്ങളിൽ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് ഇത്തരത്തിൽ പണം തട്ടിയെടുത്തിട്ടുണ്ടെന്ന് ക്രൈംബ്രാഞ്ച് വ്യക്തമാക്കി. മധുര, എറണാകുളം എന്നിവിടങ്ങളിലും ഇയാളുടെ പേരിൽ സമാന കേസുകളുണ്ടെന്ന് അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചിട്ടുണ്ട്. മലയൻകീഴ്, പൂജപ്പുര എന്നിവിടങ്ങളിൽ വാടകയ്ക്ക് താമസിച്ചിരുന്ന തപസ്യാനന്ദ കേസുകൾ വന്നതോടെ കർണാടകയിലേക്കും പിന്നീട് വയനാട്ടിലേക്കും കടക്കുകയായിരുന്നു. ക്രൈംബ്രാഞ്ച് സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗം ഡിവൈഎസ്പി PV രമേശ് കുമാറിന്റെ നേതൃത്വത്തിൽ CI രാജ്കുമാർ, SI മണിക്കുട്ടൻ, SCPO നിജിത്, CPO അനുജിത് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. News 18 നെയ്യാറ്റിൻകര.